എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേരളത്തിന് ഒരുപാട് വീടുകൾ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വീടുകൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ചെറിയ നിബന്ധനയുണ്ട്. പ്രധാനമന്ത്രിയുടെ ചെറിയൊരു ലോഗോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അത് വെച്ചോട്ടെ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചോട്ടെ. മുമ്പൊക്കെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇന്ദിരയും രാജീവ് ഗാന്ധിയുടെ പേരിൽ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അവരൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം മുൻനിർത്തിയിട്ട് നമ്മുടെ ജനങ്ങൾക്ക്, കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് KM ഷാജി പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ഇവിടുത്തെ സഖാക്കൾക്ക് ചേർന്നിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ലഭിച്ചത് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിനായിരുന്നു. അപ്പം നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു പ്രോജക്റ്റ് ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ അത് പുള്ളി നടന്നിരിക്കും. പക്ഷെ അങ്ങനെയല്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള ഒരു പ്രോജക്റ്റാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ളത്. അപ്പോൾ അവരെല്ലാവർക്കും, അതായത് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദർ കമ്മ്യൂണിറ്റി, എല്ലാം എന്താ പറയേണ്ടത്, ഒരാളെയും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ആണ് ഈ പ്രോജക്റ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും അതിൻ്റെ ബെനിഫിഷ്യറി ആകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇവിടെ കേരളത്തിലെ സർക്കാർ, അങ്ങനെയാണ് അതേ ഒരു മൈൻഡ് സെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഈ വലിയ രീതിയിലുള്ള പ്രചാരണം ഇവിടെ മറ്റേ സഖാക്കളൊക്കെ ചേർന്നിട്ട് KM ഷാജി BJPയുടെ ഏജൻറ്റാണ്. KM ഷാജിയുടെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വീടും കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സവർക്കറിൻ്റെ ഫോട്ടോ വെക്കണം, ശശികല ടീച്ചറുടെ ഫോട്ടോ വെക്കണം, മറ്റേ നമ്മുടെ മോഹൻ ഭാഗവതിൻ്റെ ഫോട്ടോ വെക്കണം. ഇതൊക്കെയാണ് അത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ AI ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഈ കേരള സർക്കാർ സ്വീകരിക്കുന്ന ആ ഒരു കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു നല്ല സൗഹാർദ്ദമായ രീതിയിൽ തന്നെയാണ് പോകും. നമുക്കറിയാം, അതായത് കോൺഗ്രസ് ആണെങ്കിൽ പോലും അവിടെ മുസ്ലിം ലീഗ് ഭരിക്കുന്നു, അവിടെ BJP നല്ല സൗഹൃദം, അവിടെ എന്താണോ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത്ര ഹെൽത്തി ഒരു റിലേഷൻഷിപ്പാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാർ തമ്മിലുള്ളത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ കേന്ദ്ര സർക്കാർ BJP മന്ത്രിമാരോട് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഈ കേരളത്തിലെ സഖാക്കന്മാർ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് ലഭിച്ചത് മുസ്ലിം സമൂഹത്തിനാണെന്നുള്ള ഒരു സത്യം ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് വലിയ രീതിയിലുള്ള പ്രശ്നം ഇവിടെ മതേതര കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് വെച്ചാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ BJPക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാകും, അതിൻ്റെ ബെനിഫിഷ്യറീസ് കേരള BJP ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. കേന്ദ്ര സർക്കാരിന് ഈ കേരളത്തിൽ 20 MPമാരെ വെച്ചിട്ടൊന്നും കേരളത്തിൻ്റെ എന്താ വേണ്ട അവരുടെ സപ്പോർട്ട് കൊണ്ടാണോ കേന്ദ്രം BJP ഭരിക്കുന്നത്? അല്ല, ഒരിക്കലും അങ്ങനല്ല. കേന്ദ്ര BJP കേരളത്തിൽ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. അതായത് അവരോട് പൊളിറ്റിക്കൽ ടെറിട്ടറി ആയിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഇവരെല്ലാവരായിട്ടും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. ഇവിടെ ആര് വന്നു കഴിഞ്ഞാൽ, ഇപ്പം പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു, നല്ല സൗഹൃദത്തിനാണ് പോയിക്കൊണ്ടിരുന്നത്. പിണറായി വിജയൻ കേരളത്തിന് വേണ്ടി ചോദിച്ച എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പിണറായി വിജയൻ കേന്ദ്രം കൊടുത്ത എല്ലാ കാശുകളും അടിച്ചു മാറ്റി പാർട്ടിക്കാർക്കും അവരുടെ പാർട്ടിക്കാരുടെ ബന്ധുക്കളും എന്താ പറയുക അത്തരം ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായത്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഈ ചങ്ങായി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു കാരണവശാലും കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് കേരള ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒറ്റക്കെട്ടായിട്ട് ഇവർക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ നേരെ മറിച്ച് ചിത്രം വേറെ തരത്തിലായിരുന്നെങ്കിൽ BJPക്ക് ഒരു 5-10 സീറ്റ് കിട്ടിയേനെ. പക്ഷെ എന്തായാലും ജനങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ചു. അതായത് BJP ജയിച്ചുകൊണ്ട് ഗുണം CPMനാണ് കിട്ടുന്നത്, അതുകൊണ്ട് കോൺഗ്രസിന് ഒറ്റക്കെട്ടായി കുത്തി നല്ലവരെല്ലാം 102 സീറ്റോടെ UDF അധികാരത്തിൽ വന്നു. എന്ത് തന്നെയാലും ഇതുവരെയുള്ള, അത് മെയ് 4 റിസൾട്ട് വന്നതിന് ശേഷം അവരുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെയുള്ള എല്ലാ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരായിട്ട് എന്താ പറയേണ്ടത്, ഹെൽത്തി റിലേഷൻഷിപ്പാണ് എല്ലാ മിനിസ്റ്റേഴ്സും. ഇപ്പം തന്നെ എല്ലാ മിനിസ്റ്റേഴ്സും, മുസ്ലിം ലീഗ് മിനിസ്റ്റേഴ്സ് പോലും കേന്ദ്രമന്ത്രിമാരെ പോയി കണ്ടു, അവരുടെ എന്താ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അപ്രൂവ് ചെയ്തു. കഴിഞ്ഞ ദിവസം കേരളത്തിന് 1800 കോടി രൂപ നമ്മുടെ റോഡ് വികസനത്തിന് വേണ്ടി മാത്രം കേരളത്തിൽ തന്നു. ഒരു കുറ്റം പറയാൻ അതിനെ പറ്റില്ല. എന്ന് പറയേണ്ട അത് ഇവിടുത്തെ മുസ്ലിം ലീഗ് ആയതുകൊണ്ട്, അയാൾ മുസ്ലിം ആയതുകൊണ്ട് എന്താ പറയുക കുറച്ചൊന്നുമില്ല, കൂട്ടിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന് ഡിസ്ക്രിമിനേഷൻ ഇല്ല. അത് തന്നെയാണ് KM ഷാജി ഇവിടെയും പറഞ്ഞത്. അതായത് ഈ ഇത്തരം പ്രൊജക്റ്റുകൾ മുമ്പും വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പേരിൽ പോലും ഒരുപാട് പേര് വന്നിട്ടുണ്ട്, പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഇന്ത്യയുടെ ഫോട്ടോ വെക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ വെച്ചതിൻ്റെ പേരിലോ എന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും പേര് വെച്ചുകൊണ്ട് പേരിലോ
കേരളത്തിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കേരളത്തിൽ ലഭിക്കേണ്ട കാശ് അത് തടയാൻ ഞാനതിന് ബാധ്യസ്ഥനല്ല. എന്തുകൊണ്ട് കാശ് കേരളത്തിന് നമുക്ക് ഇപ്പോൾ പ്രോജക്റ്റുകൾ വേണം, വീടുകൾ വേണം, പാവപ്പെട്ടവർക്ക് വീട് വേണം. അത് തന്നെയാണ് കെ എം ഷാജി പറഞ്ഞത്. കെ എം ഷാജിയെ ഞാൻ വെള്ളപൂശുന്നില്ല. കെ എം ഷാജിയെ സംബന്ധിച്ചിടത്തോളം കെ എം ഷാജി പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടെ നമ്മുടെ പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ളതാണ്. മതമാണ് പ്രശ്നം. പക്ഷെ ഒരിക്കലും ഒരു അധികാര സ്ഥാനത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഈക്വലായിട്ട് കാണണം. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മന്ത്രിയാണ്. അവിടെ ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നല്ല, പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക, ക്യാഷ് കൊണ്ടുവരിക, മാക്സിമം കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്ന് ഇത്തരം നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുക, ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് കെ എം ഷാജിയും ചെയ്തത്. ഇപ്പോൾ ഇവിടേക്ക് ഈ CPM-മാരൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കെ എം ഷാജി വലിയ രീതിയിലുള്ള ടിസ്റ്റ് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാൽക്കൽ വീണു, RSSൻ്റെ ആസ്ഥാനത്ത് പോയിട്ട് കാൽക്കൽ വീണു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഘോരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല സംഭവം. അതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനൊക്കെ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലീഗാണ് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്നത്. PM ശ്രീയുടെ ഇത് നല്ല രീതിയിൽ അവർ അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്തിന് അൾട്ടിമേറ്റായിട്ട് വേണം. ആര് ഭരിച്ചോട്ടെ, നമ്മുടെ രാജ്യം വികസിക്കണം. നമ്മുടെ രാജ്യത്തെ പ്രഥമ പരിഗണനയായി ഒരു സർക്കാർ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യും. അത് നേരെ മുറിച്ച് എന്താ പറയേണ്ടത്, എന്ത് വായി തുറക്കുന്നത് പോലും നമ്മുടെ രാജ്യത്തിനെതിരെ പറയാനും വർഗീയത പറയാനും ആണെങ്കിൽ ജനങ്ങൾ വീട്ടിലിരുത്തും. അത് തന്നെയാണ് ഈ പിണറായി വിജയനൊക്കെ സംഭവിച്ചത്. ഇപ്പം ഇന്ന് മെയ് 4-ന് ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ജനങ്ങൾ അവരെ കൺസിഡർ ചെയ്യും. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നല്ല രീതിയിൽ വിജയിപ്പിച്ചു വിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ CPM പറയുന്ന ആൾക്കാർ എന്താ പറയുക, ഇനി ഒരു കാലത്തും അവർ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നവർ ഇവിടെ കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു തരത്തിലും ജനങ്ങൾ വിശ്വസിക്കില്ല. ഇനി ഇപ്പോൾ അവർ വലിയ രീതിയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുക പല വിഷയത്തിലും. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഈ 10 വർഷം ആയിട്ട് നടക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ഇവർ സമരം ചെയ്തുകൊണ്ടിരിക്കുക പല വിഷയത്തിലും. ഇതൊന്നും പണ്ടൊക്കെ നടക്കും. ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വലിയ എന്നാൽ പണ്ടൊക്കെ 10 വർഷം മുന്നേയുള്ള സിറ്റുവേഷനിൽ ഇപ്പം ആൾക്കാർക്ക് എല്ലാം അറിയാം. ഇവരെന്താണ് ഏതാണെന്ന് നല്ല രീതിയിൽ ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ P രാജീവ് പറയുന്ന മാതിരി എന്താ പറയേണ്ടത്, ആത്മബോധത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ ചിന്തിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാലാണ് ഇവിടെ വികസനം വരാത്തത് നല്ല രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ എന്താ പറയുക, അതൊക്കെ പണ്ട് നടക്കും. ഇപ്പം നടക്കുന്ന കേസല്ല. ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ ഇനി ഒരു കാലത്തും ഇനി ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നില്ല. പബ്ലിക്കായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അട്ടി വീഴുന്ന അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയാലും കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കെ എം ഷാജി പറഞ്ഞൊരു കാര്യം അത് നല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയേണ്ടത്, അത് പുള്ളി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെയാണ്. അതായത് മുമ്പ് പൊളിറ്റീഷ്യനായിട്ടുള്ള പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് കെ എം ഷാജി ചെയ്യുന്നത്. സത്യം പറയാം, ഈ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരൊക്കെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരുടെ ഹെൽത്ത് റിലേഷൻഷിപ്പിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് തന്നെയായാലും കേരളം പറയുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്രം അതേപടി അംഗീകരിച്ചു കൊടുക്കുന്നത്. എത്രയാണ് കാശ് വേണ്ടത്, നിങ്ങൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും, ഫണ്ട് നിങ്ങൾ നോക്കണ്ട, ഫണ്ട് നമ്മൾ തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം VD സതീശനായാലും UDF മന്ത്രിമാരും കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേന്ദ്ര സർക്കാരിനെ കൺവിൻസ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഫണ്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ സഖാക്കന്മാർക്ക് അത് സഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അതിന് വർഗീയമായ ആംഗിളിൽ കണ്ടിട്ട് ഇവിടെ വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം നോക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് പോകുന്നതെന്ന് അതിൻ്റെ ബെനിഫിഷ്യറീസ് അൾട്ടിമേറ്റായിട്ട് വരുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. അത് നല്ല കാര്യമാണ്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.